ക്യാൻസർ രോഗബാധിതയായ രേണുസുതി തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മകൻ ഋതുൽദാസിന്റെ പൂർണ്ണ അവകാശം തന്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കും മാത്രമായിരിക്കുമെന്ന് അറിയിച്ചു. അവകാശം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന ഭയമാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ. ക്യാൻസർ രോഗബാധിതയായ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ മകനായ ഋതുൽദാസിനെ നോക്കേണ്ടത് ആരാണെന്ന് വ്യക്തമാക്കി രേണുസുതി. അച്ഛൻ നേരത്തെ മരണപ്പെട്ടതുകൊണ്ടും താൻ ക്യാൻസർ രോഗിയായതുകൊണ്ടും താൻ ഉടനെ മരിക്കുമെന്ന് വിധി എഴുതി കുഞ്ഞിന്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ നീക്കം നടത്തുന്നുവെന്നും രേണു പറയുന്നു. ഋതപ്പന്റെ അവകാശം തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കും മാത്രമാണെന്ന് പറഞ്ഞ രേണുസുതി ഇനി തനിക്ക് 5 കീമോ കൂടി ഉണ്ടെന്നും ഒരു കീമോയ്ക്ക് 2 ലക്ഷത്തിന്റെ മരുന്നാണ് വേണ്ടതെന്നും വെളിപ്പെടുത്തി. നിങ്ങൾ എല്ലാവരും കരുതും പോലെ സാധാരണ ക്യാൻസർ അല്ല, എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എനിക്കും വീട്ടുകാർക്കും അതറിയാം. പിക് ലൈൻ ഹൃദയത്തിലാണ് കിടക്കുന്നത്. ഇത്രയും വലിയൊരു മാരക അസുഖത്തെ വെച്ച് കള്ളം പറയില്ല. ഇനി എനിക്ക് 5 കീമോയുണ്ട്, സർജറിയുണ്ട്. ഓരോ കീമോയ്ക്കും 2 ലക്ഷത്തിന്റെ മരുന്നെടുക്കണം. എങ്കിലേ ഞാൻ തിരിച്ചു വരൂ. എനിക്കൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ. എൻ്റെ ആകെയുള്ള വരുമാന മാർഗം യൂട്യൂബ് ചാനലാണ്. ഈ പൈസ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേക്ക് ഡൗൺ ആയിരിക്കും, പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരും. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചുപേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ക്യാൻസർ രോഗിയല്ലേ, എങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ എന്നല്ലേ പറയുന്നത്. അവൾ എന്താ മരിക്കാത്തതെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യനാണ്, ആർക്ക് വേണോ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ ഇതിൽ നിന്നും കയറി വന്നാൽ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന് ഞാൻ പറയും. മിഷണറി ആയിട്ട് പോകാൻ പറ്റിയാലും ഞാൻ പറയും. അവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. എൻ്റെ ഋതപ്പനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അവൻ്റെ അമ്മ ഞാനാണ്. എനിക്ക് ആകെയുള്ളത് അവനാണ്. അവനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയാൽ അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ മരിക്കുമെന്ന് വിധി എഴുതുന്ന കുറച്ചുപേർ എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായി കൂട്ടിച്ചേർന്നാണ് നീക്കങ്ങൾ. ഞാൻ ഉടനെ മരിക്കും. അച്ഛൻ മരിച്ചുപോയി, അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞൊരു കൂട്ടര്. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ക്യാൻസർ 4th സ്റ്റേജ് ബാധിയായി ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതുൽദാസിന്റെ പൂർണ്ണ അവകാശം തങ്കച്ചൻ PG, കുഞ്ഞുജ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രം. ഇവരെ മാത്രമേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കൂ. വേറെ ആരെയും എനിക്ക് വിശ്വാസമില്ല. പൊതുസമൂഹത്തോട് അക്കാര്യം ഞാൻ പറയുകയാണ്. എൻ്റെ കുട്ടിയെ തട്ടിയെടുക്കാൻ ചിലർ നോക്കുകയാണ്. അതല്ല വിധവ, ഓക്കെ, മലയാളികൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. രേണുസുതി കാണിക്കുന്ന ഇച്ചിരി ഓവർ അല്ലേ? ഇല്ല, എനിക്ക് ഈ മനുഷ്യർ ചോദിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ കാണിക്കുന്ന ഓവർ അല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ഓവറാണ്, എന്ത് കാണിച്ചാലും അത് ഓവർ അല്ല, അല്ലെങ്കിൽ എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും നാളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടും എനിക്ക് കാണിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഒരു പരിധി ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിരിക്കും. അതിനി ആര് പറഞ്ഞാലും. ഓക്കെ, ഹോട്ടായിട്ടുള്ള വേഷങ്ങളാണല്ലോ കൂടുതൽ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്, ആണോ? അങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയക്കാരിത് പറയുന്നത്. അവരുടെ ഭാഷയിൽ വയറൊക്കെ കാണിക്കുന്ന ഹോട്ടാണല്ലോ, അപ്പൊ വയറ് കാണിച്ചുകൊണ്ടാണ് കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്തത്. അതെ, വയറ് കാണിക്കുന്ന മാത്രമല്ല, ഇപ്പൊ ഫസ്റ്റ് റീൽസ് ദാസേട്ടനുമായിട്ടുള്ള റീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, അതിനകത്ത് നല്ല ഹോട്ടാണ്. അത്യാവശ്യം അതെല്ലാവിടെ ആണല്ലോ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നേരിടുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രേരക ഘടകം എന്തായിരുന്നു അങ്ങനെ ചെയ്യാനുള്ള കാരണം? പ്രേരക ഘടകം ഒന്നുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. നല്ല രസമല്ലേ പാട്ട് കേൾക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്, എനിക്ക് ഇഷ്ടമാണ്, പൊതുവെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു റീലിനെ പറ്റി പറയുമ്പം ദാസേട്ടനാണെങ്കിലും ഈ ഒരു പാട്ടിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഞാനും ഒരു റീല് ചെയ്യാമെന്നേ ഞങ്ങളുടെ ഒരു ചിന്തയിലുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, നീ തപ്പുക റീൽ എന്താ ചെയ്യേണ്ടത്. പുള്ളിയും തപ്പി. അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഈ പാട്ടാണ്, ചാന്തു കുടഞ്ഞൊരു. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം പുള്ളി ഇങ്ങോട്ട് വിളിക്കുവാണ് എന്നെ, കിട്ടിയോ പാട്ട്? ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പുള്ളി ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു ആ പാട്ട്. അപ്പോൾ ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട പാട്ടാണ്, നമുക്കിത് ചെയ്യാം, ഓക്കെ റെഡി. ഇങ്ങനെയാണ് ഉണ്ടായത് ആ പാട്ട്. ഓക്കെ, ലക്ഷ്മി നക്ഷത്ര, താങ്കൾ ഇപ്പം ഈ സുധിച്ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ആദ്യമായിട്ടൊരു വൈറൽ കണ്ടന്റിലേക്ക് വരുന്ന വെച്ചാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ, അവര് താങ്കളുടെ വീട്ടിൽ വരികയും കുറേയധികം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാം ആൾക്കാർ കാണുന്നത്. അത് റെക്കോർഡിംഗ് ആയിരുന്നു. അത് ആരെയും കാണിച്ചില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ അതൊരു മാർക്കറ്റിംഗ് പർപ്പസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഫെയിം നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരുപക്ഷെ. അങ്ങനെയാണെന്ന് രേണുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസവും.
ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. ആ ഒരു ഇപ്പൊ 2 വർഷമായല്ലോ സൂചന മരിച്ചിട്ട്. അതിന് മുന്നേ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസം ഒരു തുക കുട്ടി തരുന്നുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല, അത് മാർക്കറ്റ് ചെയ്യാന്നൊന്നും തോന്നില്ല. കാരണം നമുക്കൊരു തുക തന്നിട്ടാണ്. ഞാനത് സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. സുധിച്ചേട്ടന്റെ മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ കുറെ അധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പൊ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ചു. കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോ ഈ ഇനിയും ചെയ്യും. വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും കുപ്രസിദ്ധി തയ്യാറാണ്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. അതായത് ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോ ആയിപ്പോയെന്ന് തോന്നും. ആണോ? സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. ഇത് തന്നെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു കേട്ട് ഭയങ്കര ഇതായി പോയി. അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. താങ്കൾ പോകുന്നിടത്തൊക്കെ ക്യാമറാമാൻമാരുണ്ട്. അതായത് ഈ വീഡിയോ നടക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് ഈ താങ്കൾ പോകുന്നത്? അതായത് ഒരു അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചുറ്റിനും ഈ ഓൺലൈൻ മീഡിയകളുണ്ട്. താങ്കൾ പറഞ്ഞിട്ട് അവർ വരുന്നതാണോ? അല്ല, ഞാൻ എന്തിനാ പറയുന്നത്? എന്റെ പറയാൻ നമ്മൾ കൂടുതലും പ്രൈവസി അല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്ക് പ്രൈവസി ആഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും ഒരു മനുഷ്യനാണ്, പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. ചോര നീരെന്ന് പറയുന്നില്ല, ഇനി അത് മതി, ഇവക്കെ എവിടെ നീരിരുന്നിട്ടാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ചോരയൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പൊ എനിക്കും പ്രൈവസി ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ. പക്ഷെ ഇങ്ങനെ ഞാൻ വിളിച്ചു വരുത്തുന്നൊന്നും അല്ല ആരെ. നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ? ഞാൻ കളിയാക്കത്തില്ലായിരുന്നു. അല്ല, നമ്മൾ ഉദ്ദേശിച്ച ഞാൻ ജനങ്ങളുടെ കാര്യം പൊതുവെ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു. അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ. ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ ആക്ടിങ്, ഞാൻ രേണുസുധി എന്ന വ്യക്തിഹത്യ ചെയ്യുമല്ല. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോ എന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറഞ്ഞ എനിക്ക് പൈസയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം, ഞാൻ എനിക്ക് പൈസ ഇല്ല, അതാണ് വ്യത്യാസം. ഓക്കെ, പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി, ഞാൻ ചെയ്യുന്നു. പക്ഷെ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു സ്വയംഭൂതത്തിലല്ലേ, സിംഹമൊന്നും ആയിട്ടില്ല? അല്ല, കളിയാക്കൽ തന്നെയാണ്. എന്നെ കളിയാക്കി അവള് അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സ്വയം പുകഴ്ത്തിയതല്ല, ഒരിക്കലും അല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. അല്ലല്ല, ഞാൻ എത്രത്തോളം എന്നെ താത്തിടാവോ അത്രത്തോളം താക്കുന്ന ആളാ ഞാൻ തന്നെ. കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? മൂത്തമ്മ കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ? എവിടുന്ന്? ഒരു ബാധ്യതയില്ല. അവർക്ക് ഒരു നാണക്കേടും അങ്ങനെ ഒന്നുമില്ല. കാരണം മൂത്ത മോൻ, ഇളയത് 5 വയസ്സല്ലേ ഉള്ളൂ, അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, അറിയില്ലല്ലോ. മൂത്ത മോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല. അമ്മയുടെ ഇഷ്ടം ചെയ്യുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക, അവൻ്റെ കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും, പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ, ഇന്ന് വരെ, അല്ലെങ്കിൽ എന്നോട് ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ, ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ? ഇത് പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ്? അഭിനയോ? അതെ, ഇല്ല, അഭിനയം അങ്ങനെ അവൻ